ഹലോ ഡിയേഴ്സ്, നമുക്കിന്ന് പെട്ടെന്നൊരു മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സത്യത്തിൽ ഞാൻ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ ലിസ്റ്റിൽ എഗ് മസാല ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അമ്പിളി അവളാണ് പറഞ്ഞത് ഈ എഗ് മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതെനിക്ക് ഭയങ്കര ഉപകാരപ്പെടുമെന്ന്. അങ്ങനെ അവൾക്ക് വേണ്ടിയാണ് ഞാൻ എഗ് മസാല ട്രൈ ചെയ്ത് ആദ്യമായിട്ട് അവൾ തന്നെയാണ് വാങ്ങിയത്. അത് വാങ്ങി അവൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത്. അതിനായിട്ട് ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കടുക് താളിച്ചെടുക്കാം. വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഈ സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം സവോള ഇടാം. അപ്പം അതിന് നല്ലൊരു മണം കിട്ടും. ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ ഓർക്കാതെ സവോള ആദ്യം ഇട്ട് കൊടുത്തു. അത് കുഴപ്പമില്ല. സവോള ഇട്ട് അത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൂട്ടി വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ്, മാക്സിമം ഒരു 5 മിനിറ്റ് അപ്പോഴത്തേക്ക് സവോള നന്നായിട്ട് വഴണ്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അമ്പിളി എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് വർക്ക് ചെയ്യുന്ന ഓഫീസിൽ എൻ്റെ കൊളീഗായിരുന്നു കേട്ടോ. അവൾ എൻ്റെ ഒരു വെൽ വിഷറാണ്. ഞാൻ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവളെല്ലാം ഞാൻ ചെയ്യുന്ന എല്ലാ മസാലസും കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അത് എന്താണെന്ന് പോലും നോക്കിയില്ല. എൻ്റെ അടുത്തുള്ള വിശ്വാസവും സ്നേഹവും കാരണമാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയാം. എപ്പോഴും എനിക്ക് അവളുടെ അടുത്ത് ഒരു താങ്ക് യു ഉണ്ട്. എപ്പോഴും എനിക്ക് അവൾ തീരുന്നതനുസരിച്ച് ഓർഡർ തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് പച്ചമണം മാറി വരുന്ന സമയത്ത് തക്കാളിയും ചേർത്ത് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് സംഗീതാസ് ഹോംലി റെസിപ്പീസിൻ്റെ എഗ് മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സ്പൂണിൽ 1.5 സ്പൂൺ മസാലയാണ് ഇട്ട് കൊടുത്തത്. മസാല ചേർക്കുന്ന സമയത്ത് നമ്മൾ തീ ലോ ഫ്ലെയിമിലാക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം മസാലയുടെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചെറുതായിട്ടൊന്ന് കത്തി വെച്ച് ഒന്ന് വരഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടും മുട്ടയ്ക്കും. മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് അതിൽ ഈ കൂട്ടൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന സമയത്ത് നമുക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വയ്ക്കണം. ആ മൂടി വയ്ക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിൽ ഞാൻ കാഷ്യൂനട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് ആ ഗ്രേവി നല്ല കുറുകിയും വരും. നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് എഗ് മസാലയ്ക്ക്. അങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇത്രയും ഗ്രേവിയുടെ ആവശ്യമേ. കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി കട്ടിയായിട്ടിരിക്കണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് ഇത്രയും മസാലേനെ ഇതിന് കറക്റ്റായിരിക്കും. വേണമെന്നുള്ളവർക്ക് അഡീഷണൽ മസാല ചേർത്ത് കൊടുക്കാം, അതിൻ്റെ ആവശ്യം വരില്ല. ഇത്രയും മസാലേനെ കറക്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും താങ്ക് യു.